ഇന്ന് തലച്ചോറിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് അല്പം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തിയുടെ ചിന്ത, സംസാരം, പ്രവൃത്തി എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലെ സൂപ്പർ ഓർഗനായ ബ്രെയിൻ അഥവാ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇത്തരം ബഹുമുഖമായ പ്രവർത്തന ശൈലിയുള്ള ഈ ഓർഗൻ ചില സാഹചര്യങ്ങൾ അതിൻ്റെ പ്രവൃത്തികൾ മന്ദീഭവിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കഴിവുകൾ കുറഞ്ഞു വരികയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇത്തരം രോഗങ്ങളാണ് മേധാക്ഷയം അഥവാ ഡിമെൻഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറവി രോഗം എന്ന ഒരു സാധാരണ പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ഓർത്തെടുക്കുവാനുള്ള ബുദ്ധിമുട്ടാണ് രോഗികൾ ആദ്യം കാണിക്കുന്ന ഒരു ലക്ഷണം. പഴയ പല കാര്യങ്ങളും വളരെ കൃത്യമായി ഓർമ്മയിൽ അടുക്കുകയും പറയുകയും ചെയ്യുന്ന രോഗികൾ തൊട്ട് മുൻപ് നടന്ന സംഭാഷണം, തൊട്ട് മുൻപ് ചെയ്ത പ്രവൃത്തികൾ ഇവയൊക്കെ മറന്നുപോയെന്ന് വന്നേക്കാം. അതുപോലെ തന്നെ സ്ഥലകാല ബോധം ഇവർക്ക് ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ സാധാരണ പോകുന്ന വഴിയിൽ തന്നെ വഴിതെറ്റി പോകുക, നമ്മുടെ വീട്ടിൽ തന്നെ കിടപ്പുമുറി എന്ന് കരുതി അടുക്കളയിൽ പോയി കാര്യങ്ങൾ സാധിക്കുക, ഇങ്ങനെ ആ സ്ഥലകാല ബോധം ഇവർക്ക് നഷ്ടമായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നലുകൾ ഉണ്ടാകുക, അതിന് ഹാലൂസിനേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ബന്ധുക്കളെ പറ്റി ആരോപിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇതെല്ലാം പൊതുവെ ബന്ധുക്കളെ രോഗിയിൽ നിന്ന് ഒരുപക്ഷെ അകറ്റുന്ന സാഹചര്യങ്ങൾ വരെയും ഉണ്ടാകുന്ന കേസുകൾ ഞങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇത്തരം വ്യക്തികൾ പലപ്പോഴും അവരുടെ രോഗാവസ്ഥയെപ്പറ്റി ബോധവാന്മാരായിരിക്കില്ല. അതുകൊണ്ട് സാധാരണ ഒരു പനിയോ തലവേദനയോ ഒക്കെ വരുമ്പോൾ രോഗികൾ നമ്മളോട് വന്ന് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് പോലെ മറവി രോഗികൾ പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ ആരോടും ചർച്ച ചെയ്യുവാൻ ഉത്സാഹം കാട്ടാറില്ല. ഇത് വാച്ച് ചെയ്യുന്ന ബന്ധുക്കളാണ് പലപ്പോഴും ഈ രോഗത്തെ മനസ്സിലാക്കുകയും അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് ഒരു ശരിയായ ഒരു അനാലിസിസ് ഇക്കാര്യത്തിൽ ചെയ്യുകയും ചെയ്യേണ്ടത്. വാർദ്ധക്യത്തിൽ എത്തുന്ന നമ്മുടെ സീനിയർ സിറ്റിസൻസിൻ്റെ എണ്ണവും ഓരോ ദിവസം കൂടുമ്പോഴും വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ ഈ രോഗത്തെ പറ്റി ഒരു പ്രോപ്പറായിട്ടുള്ളൊരു അവയർനെസ് ഉണ്ടായിരിക്കുന്നതും അതുപോലെ തന്നെ ഇവരെ കൃത്യമായി ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ച് രോഗനിർണയം നടത്തേണ്ടതും കൃത്യമായ ചികിത്സകൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്.